കുതന്ത്രമൊന്നും തന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. ഏത് കൊച്ചുകുട്ടിയുടെയും വാക്കിൽ വരുന്ന വരികളാണ്. എനിക്ക് പാടാൻ അറിയില്ല. കുതന്ത്രം അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ സാറിനോടല്ല പറഞ്ഞത്, ഇത് മഞ്ഞുമൽ ബോയ്സിലെ ഒരു പാട്ടിന്റെ വരികളാണ് ഇത്. ഞാൻ ഈ ഒരു വരി എടുത്തിടാൻ തന്നെ കാരണം വേടൻ ഇപ്പം ജനപ്രിയനായിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വേടൻ എന്ന് പറയുമ്പോൾ ഹിരൺദാസ് മുരളി എന്നാണ് യഥാർത്ഥ പേര് എന്നുള്ളതാണ് വിക്കിപീഡിയയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. വേടൻ എന്ന് എല്ലാവരും പറയും, പക്ഷെ വേടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം റാപ്പറാണ്. റാപ്പർ സോങ്ങിന്റെ ഒരു, അതായത് നമ്മുടെ മലയാളത്തില് സാധാരണ യേശുദാസ് പാടുന്നു, ONV യുടെ രചന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെലഡി സോങ്ങുകളും പിന്നീട് അതിന് ശേഷം കുറച്ചുകൂടി ഈ അടിച്ചുപൊളി പാട്ടുകളും ഒക്കെ വന്നതിന് ശേഷം ഇപ്പോൾ പുതിയൊരു വിഭാഗത്തിലോട്ട്, റാപ്പ് വിഭാഗത്തിലോട്ട് ഈ മ്യൂസിക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനു മുമ്പ് കലാഭവൻ മണിയായിരുന്നു അത്തരത്തിലൊരു വെറൈറ്റി ഇനങ്ങളൊക്കെ കൊണ്ടുവന്നത്. നാടൻ പാട്ട് കുറച്ചുകൂടെ വിപുലീകരിച്ച് അതിന്റെ വേറൊരു പതിപ്പാണ് ഇപ്പോൾ വേടൻ കൊണ്ടുവരുന്നത്. ഭയങ്കര ഫാൻസ് ആണ് വേടനുള്ളത്. മാത്രമല്ല ഇയാളുടെ ഈ പാട്ടുകൾ എഴുത്ത് ഇദ്ദേഹം തന്നെയാണ് എഴുതുന്നത്, വേടൻ തന്നെയാണ് എഴുതുന്നത്. ഇത് തീപ്പൊരി എഴുത്തെന്നൊക്കെ പറയല്ലോ. ഈ ഇദ്ദേഹത്തിന് പറയാൻ പറ്റേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്റെ എഴുത്തിലൂടെ ഈ കവിത എന്ന് തന്നെ പറയാം. റാപ്പ് സോങ് എന്നൊക്കെ പറയുന്നെങ്കിൽ നല്ല തീപ്പൊരി കവിതകൾ തന്നെയാണ്. ഈ സ്പീഡിന് ഈ റാപ്പ് സോങ്ങിന്റെ ഒരു ദോഷം എന്ന് പറയുന്നത് സ്പീഡിന് പറയും ചില വാക്കുകൾ, അപ്പൊ പിടികിട്ടത്തില്ല. പക്ഷെ ആ വാക്കുകൾ മാത്രം, അല്ലെങ്കിൽ ഇവരുടെ ഈ ലിറിക്സ് മാത്രം എടുത്ത് നമ്മൾ എടുത്താൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. അതിൽ ഒന്നാണ്, ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒന്നാണ്, കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്. ഇങ്ങനെ തുടങ്ങുന്ന വരികള്, അതേപോലെ തന്നെ ഞാൻ വാഴുന്ന ഭൂമി അനുദിനം നരകമായി മാറുന്ന, ഇങ്ങനെയൊക്കെയുള്ള ഈ ജാതി വിരുദ്ധമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെ തീർന്ന ഒരു തീപ്പൊരിയാണ് ആള്. അദ്ദേഹത്തിന്റെ എഴുത്തും അത്രയും മനോഹരമാണ്, അതായിരിക്കും ഇത്രയും ഫാൻസ് കിട്ടുന്നത്. അതേപോലെ ആ ഒരു ട്യൂൺ, ഒരു സ്റ്റൈലിങ്, ഇതൊക്കെ ഭയങ്കരമാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ അതായത് നമ്മുടെ മ്യൂസിക്, നമ്മുടെ സംഗീതം ഇത്തരത്തിൽ വ്യതിചലിക്കുന്നത് നല്ലത് തന്നെയാണോ? തീർച്ചയായിട്ടും അത് വേഗമന്ത്രങ്ങൾ ആർജിച്ചുകൊണ്ട് സംഗീതം മുന്നോട്ട് പോവുക തന്നെയാണ്. പഴയ കാലത്തെ ഈ ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞ് ഒരേ വരികൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക, അതിൻ്റെ പല്ലവി, അതിൻ്റെ എന്താ പറയുന്ന സംഗതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ചലിച്ചുകൊണ്ടിരുന്ന ഒരു ഗതകാലം ഉണ്ടായിരുന്നു. ആ ഗതകാലത്തിൽ ഈ സംഗീതം എന്ന് പറയുന്നത് വളരെ ആവർത്തിച്ചും അതുപോലെ തന്നെ സാവകാശം ചൊല്ലിപ്പാടേണ്ടതുമായിട്ട് അക്ഷരങ്ങൾ ഓരോന്നായിട്ട് പതിപ്പിച്ച് ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തിയത്, ആ രാഗങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു രീതിയായിരുന്നു അതിഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കഥകളി സംഗീതത്തിൻ്റെ പിന്നിലും ആ സംഗീതത്തിൻ്റെ വലിയൊരു സ്വാധീനം തന്നെ ഉണ്ട്. ഇഷ്ടപ്പെടുന്നത് ക്ലാസിക്കൽ സംഗീതമാണ്. പക്ഷേ അതോടൊപ്പം സമാന്തരമായിട്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന ഒരു ശാഖയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോയി, നാടൻ പാട്ടുകൾ ആരും ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. ഈ വേടനെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഒരു കാലത്ത് ശരിക്കും കലാഭവൻ മണി ഈ പാട്ടുകളെ ഒന്ന് ഗാനവൽക്കരിച്ച് അവതരിപ്പിച്ചു. പക്ഷേ അതല്ല അതിൻ്റെ താളവും അതിൻ്റെ സംഗീതവും എന്ന് പറയുന്നത്. നമ്മൾ കോരിത്തെരിപ്പിക്കുന്ന സംഗീതവും താളവും അർത്ഥവും ഉണ്ട് അതിനകത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, ഒരു വയൽപ്പാട്ടായിട്ട് പാടപ്പെടുന്ന ഒരു പാട്ടിൻ്റെ നിന്നെ കണ്ടാൽ എന്നെക്കാളും ചന്തം തോന്നും എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്തേ നിൻ്റെ കല്യാണം ഇത് നടക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ചോദ്യം, എന്നേക്കാൾ സുന്ദരിയാണ് നീ. ഒരാൾ സമ്മതിക്കുകയാണ്, അവരുടെ ആ ആത്മാർത്ഥത, ആ വയൽ വരമ്പിൽ അവർ തമ്മിൽ കാണുമ്പോഴുള്ള അതെ ആരെഴുതിയതാ ആർക്കെങ്കിലും അറിയുമോ? വേടൻ പോലെ ഒരു രചയിതാവിൻ്റെ പേരതിന് പിന്നിലുണ്ടോ? വെറും സാധാരണക്കാരായുള്ള ചെറുമക്കളും ഒക്കെ എഴുതിയ പതിപ്പിച്ച പാട്ട്. നമ്മുടെ ഗവേഷണങ്ങളോ നമ്മുടെ ഗവേഷണ ബുദ്ധികളോ ബുദ്ധിജീവികളോ ഒന്നും തന്നെ അങ്ങോട്ട് പോകുന്നില്ല. ആ ഒരു സ്പേസിലേക്കാണ് നവതലമുറയുടെ ഒരു ഗായകനും ഗാനരചയിതാവുമായിട്ട് ഈ വേടൻ കന്നിരിക്കുന്നത്. നല്ല സംസ്കാരം തന്നെയാണ്, അതിലെ നല്ല താളബോധത്തോടു കൂടി. അതാണ് ഈ നാടൻ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണം. പാടാൻ വേണ്ടി എഴുതിയതാണ്, എഴുതി പുസ്തകമാകാൻ വേണ്ടി എഴുതിയതല്ല. എത്ര മനോഹരമായ നമ്മുടെ ഞാറ്റുപാട്ടുകൾ അതുപോലെ തന്നെ ഈ അമ്പലങ്ങളിൽ തന്നെയുണ്ട്. അമ്പലങ്ങളിലെ നാഗാരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? അത് പുള്ളുവനും കുടവും വീണയൊക്കെ ഉണ്ട്. എത്ര മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ്. അതുപോലെ തന്നെ പാണൻ പാട്ട്, വടക്കൻ പാട്ടുകൾ, ഇതെല്ലാം നാടൻ പാട്ട് വിഭാഗത്തിൽപ്പെടുന്നതാണ്.
അതിനൊക്കെ അർത്ഥവുമുണ്ട്, അതുപോലെ തന്നെ വാക്കുകളുമുണ്ട്, താളവുമുണ്ട്, ഈളവുമുണ്ട്. ഇതുപോലെ സ്പീഡിലുള്ള പാട്ടുകളുമുണ്ട് നാടൻ പാട്ടുകളുടെ കൂട്ടത്തിൽ. ഈ പാട്ടുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വേടൻ എഴുതുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ട്രെൻഡ് സെറ്റിംഗ് ആയിട്ടുള്ള സിനിമയിൽ അത് വന്നു. അല്ലെങ്കിൽ വേടനെയും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, വേട്ടക്കാരനെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളായിരുന്നു. ശരിയാണ്, ഒരു വേട്ടക്കാരൻ ഇതിന് പിന്നിലുണ്ട്. ഈ വേടന്മാരെയൊക്കെ, അവരുടെ സംസ്കാരത്തെ, അതുപോലെ തന്നെ അവരുടെ തനിമയെയും അവരുടെ സാഹിത്യത്തെയും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എല്ലാ ജാതി മത വിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു അങ്ങനെ. അവരെ വനവാസികളായിട്ട് ആക്കിക്കൊണ്ട് അവരെ കണ്ടാൽ, അവരുടെ വേഷം കണ്ടാൽ, അവരുടെ നോക്ക് കണ്ടാൽ, വാക്ക് കേട്ടാൽ അവരെ കള്ളന്മാരായിട്ട് കണക്കാക്കുന്ന സംസ്കാരം. മധുവിനൊക്കെ വന്ന അനുഭവങ്ങൾ. വിശ്വനാഥൻ ഇപ്പം വേടൻ മധുവിനെ പറ്റി മാത്രമല്ല, അങ്ങനെ ഓരോ ജാതി വ്യവസ്ഥ, ഓരോ വേടന്റെ ഓരോ സോങ്ങുകൾ, റാപ്പ് സോങ്ങുകളും ഓരോ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ വെച്ച് തന്നെയാണ് വേടൻ എഴുതുന്നത്. ആഗോളതലത്തിൽ ഇപ്പോൾ ഗാസയിലെ യുദ്ധവുമായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത്തരത്തിലൊരു റാപ്പ് സോങ്ങുകൾ വേടൻ എഴുതിയിട്ടുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടികൾ ഇരുന്ന് വായിക്കുമായിരുന്നു, കവിതാ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ വായനാശീലം കുട്ടികൾക്കില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്, വേടൻ ഈ ഒരു വെറൈറ്റി രീതിയിൽ, ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ സംഗീതം ആവിഷ്കരിക്കുമ്പോൾ ഇതിലെ വരികൾ കുട്ടികളിലേക്ക് എത്തും. മറ്റേത് ONV അല്ലെങ്കിൽ മറ്റുള്ള സാഹിത്യകാരന്മാരുടെയൊക്കെ സാഹിത്യ കൃതികൾ ഇരുന്ന് വായിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ തലമുറയിലെ കുട്ടികളെ അങ്ങനെ ഇരുത്താൻ പറ്റുന്നില്ല. അത് മാതാപിതാക്കൾക്കും പറ്റുന്നില്ല, അല്ലെങ്കിൽ അധ്യാപകർക്കും പറ്റുന്നില്ല. ആ ഒരു സംഗതിയിൽ വേടൻ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള കവിതകളിലൂടെ, ഈ റാപ്പർ സോങ്ങിലൂടെ വരുമ്പോൾ കുട്ടികൾ ആകർഷിക്കും, അല്ലെങ്കിൽ കുട്ടികൾ കേട്ടിരിക്കും, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആവും, അതിലെ വരികൾ അവർക്ക് ഒബ്സർവ് ചെയ്യും. ഇത് മാത്രമല്ല, ഈ പുള്ളിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഓരോ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കും. ഇപ്പോൾ ലഹരി വിമുക്തമായിട്ട് കേരളം ക്യാമ്പയിനുകളൊക്കെ നടത്തിയപ്പോൾ പല പ്രോഗ്രാമുകളിലും പുള്ളി പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. അത് ചില സമയത്ത് ചീത്ത വിളിക്കുന്നവർ, അതൊക്കെ ഭയങ്കര വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതിനപ്പുറം ഈ ചീത്ത വിളിയൊക്കെ പുള്ളി ഒന്ന് മാറ്റി നിർത്തിയ പുള്ളി പറയുന്ന ഒരു സ്റ്റൈലാണ്. എടാ മക്കളെ, എടാ നിങ്ങൾ ലഹരി ഒന്നും ഉപയോഗിക്കല്ലേടാ, മദ്യമൊക്കെ അടിച്ച് ഇത് തെറ്റിപ്പോയി. സാധാരണ ഒരു ചേട്ടൻ ഒരു അനിയന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്, ആ രീതി, ആ ഒരു സ്റ്റൈലാണ് പുള്ളി സ്റ്റേജ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പിന്നെ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നത്. എടാ മക്കളെ, അടിയൊന്നും കൂടല്ലേടാ, അവിടെ അടങ്ങിയിരിയടാ, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇപ്പോഴത്തെ ഉണ്ടടാ, അവരെന്ത് ശാന്തമായിട്ടാടാ ഇരിക്കുന്നത്. ഇങ്ങനെ ഈ സ്റ്റേജ് ഒരു അപ്പിയറൻസ്, ഈ സ്റ്റേജിനെ കയ്യിലെടുക്കുക, വേദിയിലിരിക്കുന്നവരെ അല്ലെങ്കിൽ വരുന്ന പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള കഴിവ്, ഒരു പവർ അവനുണ്ട്. അവൻ്റെ സംസാരത്തിൻ്റെ ലാളിത്യം, അല്ലെങ്കിൽ അത്തരത്തിൽ അവനൊരു കഴിവുണ്ട്. അപ്പോൾ അവൻ്റെ തൂലിക ചലിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഈ എഴുതുന്നത് പലപ്പോഴും തീപ്പൊരി എഴുത്തുകളായതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ആകർഷിക്കും. ഒന്ന് തന്നെ സാറിനോട് ഞാൻ പറയാം, ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേൽ ഒരു, ഞാനത് ഇതാക്കുന്നില്ല, അവരൊരു ചീത്ത വാക്കാണ്. കാടുകട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും, നീർനിലങ്ങളിൽ അടിമയാര് ഉടമയാര്. വേടന് ഇവിടെ അപ്പം ഇങ്ങനെയുള്ള ഒരു കൃതിയാണ് അവ എഴുതുന്നത്. ഇത്തരത്തിൽ, കാരണം ഇതൊക്കെ വളരെ ഷോർട്ടായിട്ട് സാറ് തന്നെ ഒന്ന് ആലോചിച്ചു. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. അല്ല, ഇത് മധുവിനെ പറ്റിയാണ്. കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും, നീർനിലങ്ങളിൽ അടിമയാര് ഉടമയാര്. ഇന്നൊക്കെ ഇങ്ങനെ എഴുതുവോ? ഉണ്ട്. നമ്മുടെ കടമ്മനിട്ടയുടെ കാര്യം മറന്നുപോയി. കടമ്മനിട്ട ഇടക്കാലത്ത് വന്നിട്ട് കരിഞ്ചൂരൽ മലയിൽ നിന്നും കുറത്തിയെത്തുന്നു എന്നുള്ള പാട്ട്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു വരി, എല്ലാ വരികളിലേക്കും നമുക്ക് പോകാൻ സമയമില്ല. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുകൊന്നില്ലേ. ആ ബെൽച്ചി സംഭവം, ദളിതരെ ചുട്ടുകൊന്ന സംഭവം നടക്കുന്ന കാലത്താണ്. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുകൊന്നില്ലേ, നിങ്ങൾ അവരുടെ കറുത്ത കണ്ണുകൾ ചൂഴ്ന്നെടുത്തില്ലേ എന്ന അർത്ഥത്തിൽ വരുന്ന ആ പാട്ടുകളൊക്കെ ഉണ്ട്. അത് ഭഗൽപൂരിലെ ആളുകളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഇതുപോലെ നാടനായിട്ടുള്ള പാട്ടുകൾ, അതുപോലെ ലളിതമായിട്ടുള്ള പദങ്ങളാൽ എഴുതപ്പെട്ട നല്ല സംഗീതയോഗ്യ, ആലാപനയോഗ്യമായിട്ടുള്ള, കടമ്മനിട്ടയുടെയൊക്കെ കാലത്ത് കടമ്മനിട്ടയും ബാലചന്ദ്രൻ ചുള്ളിക്കാടും ഒക്കെ ചേർന്നുള്ള ചൊൽക്കാഴ്ച എന്ന് പറയുന്ന ഒരു സംസ്കാരം തന്നെ ഉണ്ടായി. അത് ഇതുപോലെ ഇതിനേക്കാൾ കൂടുതലായിട്ട് മലയാളികളെ കോളേജുകളിലൊക്കെ താരങ്ങളായിരുന്നു അവർ. ആ പാട്ട് കേൾക്കാൻ വേണ്ടി ആളുകൾ കൂടും. ശരിക്കും അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഏതർത്ഥത്തിലാണ് മനസ്സിലാക്കിയതെന്നും അറിയില്ല. താളത്തോടു കൂടി, പിന്നെ തപ്പെന്ന് പറയുന്നൊരു വാദ്യത്തിൻ്റെ അകമ്പൊടിയോടുകൂടി കടമ്മനിട്ടമൊക്കെ വരുമ്പോൾ, ഞങ്ങളുടെയൊക്കെ കോളേജുകളിൽ അവിടെ 10,000-3000-ലധികം കുട്ടികളുണ്ട്. ആ കോളേജിലെ കുട്ടികൾ മുഴുവൻ ഒരൊറ്റ ആൾ പോലും കടമ്മനിട്ട വൈകിയപ്പോൾ അതിന് കാത്തു നിൽക്കുകയാണ് ആ ചൊൽക്കാഴ്ച കേൾക്കാനായിട്ട്.
അപ്പോൾ അങ്ങനെ ആളുകളെ കയ്യിലെടുത്ത കവികൾ ഇടയ്ക്കൊക്കെ കൂടുതലും അത് ഈ പറഞ്ഞതുപോലെ നാടൻ പാട്ടുകളിൽ നിന്ന് ഊർജ്ജം കൊണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകത നമ്മൾ കാണുന്ന പുതിയ നവ്യ സംസ്കാരത്തിൽ ഒരു നവഭാവുകത്വമായിട്ട് വന്നിരിക്കുന്ന 2 കാര്യങ്ങളാണ് ഇതുപോലെ റാപ്പിഡായിട്ടുള്ള സോങ്ങുകൾ, ആ റാപ്പ് സോങ്സും അതുപോലെ സൂംബ ഡാൻസ്. നമ്മുടെ ഈ നൃത്തങ്ങളെന്ന് പറയുന്ന മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ലാസ്യമുള്ളതും വളരെ സാവകാശത്തിൽ നടക്കുന്നതുമായിട്ടൊരു പ്രക്രിയ. ഇപ്പോൾ അതല്ല കുട്ടികൾക്ക് വേണ്ടത്, സൂംബ ഡാൻസാണ്. ഇപ്പോൾ വ്യായാമത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്നത് സൂംബ ഡാൻസ്. ഇനി കവിതയും അതുപോലെ അക്ഷരങ്ങളും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് അതിലേക്ക് ഇഷ്ടം തോന്നാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ വേടൻ്റെ പാട്ടുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഹിന്ദി പഠിക്കാത്ത ആൾക്കാർ, തമിഴ്നാട്ടിൽ എല്ലാവർക്കും ഹിന്ദി അറിയാം, അവരെ പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെ പഠിക്കുന്നു? ഹിന്ദി സിനിമകൾ കണ്ടിട്ടും ഹിന്ദി പാട്ടുകൾ കേട്ടിട്ടും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതുതന്നെയാണ്, അല്ലെ ഈ ത്രിഭാഷാ പദ്ധതിയൊന്നുമല്ല, ഹിന്ദി പാട്ടുകളും ഹിന്ദി സിനിമകളുമാണ് ഹിന്ദിയെ തമിഴ്നാട്ടിലെത്തിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ വേടൻ എഴുതിയ പാട്ടുകളാണ് സാഹിത്യത്തോടും നമ്മുടെ സംസ്കാരത്തോടും തനത് സംസ്കാരത്തോടും നമ്മുടെ കുട്ടികളെ ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം. അത് നല്ല കാര്യം തന്നെയാണ്. അതുപോലെ നല്ല പറയുന്നത് പോലെ നല്ല ഉപദേശങ്ങളും അടങ്ങിയിരിക്കും. നമ്മളെ അച്ഛനമ്മമാർ വടികൊണ്ട് എത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേടം പറഞ്ഞാൽ കേൾക്കും, അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കത്തില്ല. പക്ഷെ വേടം പറയുന്നതിൽ ഈ ചില ചീത്ത വാക്കുകളും മറ്റുള്ളതും ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ വേടൻ പറയുന്നതൊക്കെ കേൾക്കുന്ന കുട്ടികളുണ്ട്. ഒരു വലിയ സമൂഹം തന്നെ ഉള്ള യുവതലമുറ വേടന്റെ തെറിവാക്കുകൾ പാടില്ല. അപ്പൊ പാടില്ല. തന്ത എന്ന് പറയാം. തന്ത എന്ന് പറയുന്നത് ശരിയായ മലയാളം വാക്കാണ്. തെറിവാക്കുകൾ അദ്ദേഹം ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്താ പറയുക, ആരാധിക്കുന്നവരിൽ കൊച്ചുകുട്ടികൾ മാത്രമല്ല, യുവതലമുറ മാത്രമല്ല, ചിലപ്പോൾ പ്രായമായവരും. തെറിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു സമൂഹത്തിൽ പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്ന വാക്ക് ഏതായാലും പുള്ളിയുടെ ഒരു അടാറ് കഴിവ് തന്നെയാണ്. കാരണം തീപ്പൊരിയായിട്ടുള്ള വാക്കുകളും അത് ചടുലമാർന്ന വരികളും ഒക്കെ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് ആകർഷിക്കട്ടെ. കാരണം നമ്മുടെ ഒരു കൊഴിഞ്ഞുപോയ ഒരു സംസ്കാരത്തിൻ്റെ അനുഭൂതികളിലേക്ക് നമ്മളെ നയിക്കുന്നു. ഈ വിഷുക്കാലത്ത് അദ്ദേഹത്തിന് കൂടുതൽ പ്രേക്ഷകരും നമ്മുടെ ഈ വാക്കുകൾക്കോട്ട് വീണ്ടും കൂടുതൽ ആരാധകരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേടന് നല്ല ബുദ്ധിയും തോന്നട്ടെ, തെറി പറയാതിരിക്കാനുള്ള ഒരു സന്മനസ്സുണ്ടെങ്കിൽ അദ്ദേഹം കൂടുതൽ ആളുകളിലേക്കും അതുപോലെ തന്നെ ഫാമിലി, അദ്ദേഹം പറയുമായിരിക്കും ഇതൊക്കെ ദുരഭിമാനം പൊങ്ങച്ചം, നമ്മുടെ ഈ സവർണ സമൂഹത്തിൻ്റെ പൊങ്ങച്ചം. അങ്ങനെയല്ല, സമൂഹ സദസ്സുകളിലേക്ക്, ഗ്രഹ സദസ്സുകളിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ഒരു സെൻസറിങ് ഉണ്ടായേ പറ്റൂ. നമുക്കെല്ലാം തുറന്നു പറച്ചിൽ, എല്ലാം തുറന്നങ്ങനെ പറയാനൊന്നും നമ്മുടെ സമൂഹം അനുവദിക്കുന്നില്ല.